2 തിമോത്തിയോസ് 3:12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കാപട്യക്കാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. എന്നാൽ നീ പഠിപ്പിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ആരിൽ നിന്നും പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. പൗലോസ്ലീഹ ഒരു പ്രബോധനം കൊടുക്കുകയാണ്. തിമോത്തിയോസേ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി മറിയും. തണുപ്പുള്ളതായിരിക്കാം, നാളെ ചൂടനുഭവങ്ങളായിരിക്കാം, പൊരുത്തപ്പെടാനാവാത്ത ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. തീന്മേശയിൽ ഒരുപക്ഷെ കയ്പുള്ളതും മധുരമുള്ള അനുഭവങ്ങളും ജീവിതമേശയിൽ നമ്മളെ തേടിയെത്തിയേക്കാം. നമ്മുടെ സമീപന രീതി എന്തായിരിക്കണം? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ പീഡനങ്ങൾ ഉറപ്പായി ഉണ്ടാകും. അതൊരു വാഗ്ദാനമാണ്. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നമ്മൾ ശ്രമിക്കുമ്പോൾ ഉറപ്പായും പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുക, ആ പീഡാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുക. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല മുൻപോട്ടുള്ള യാത്ര. ആ വിശുദ്ധ ജീവിതം നിന്നെ കുരിശിൻ്റെ അടുത്തേക്ക്, യേശുവിൻ്റെ പക്കലേക്ക്, കൃപയുടെ അനുഭവത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യത്യസ്തത. യേശു ക്രിസ്തുവിനോട് പൊരുത്തപ്പെട്ട് അടുത്ത് നിൽക്കുന്ന വിശുദ്ധ ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നുവോ, പീഡാനുഭവങ്ങൾ ഉണ്ടാകും. പീഡാനുഭവമില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരെല്ലാവർക്കും പീഡാനുഭവം ഉണ്ടാകും. പക്ഷേ പീഡാനുഭവത്തിന് ശേഷം അവനായി കാത്തിരിക്കുന്ന ഉയർപ്പുണ്ട് എന്നത് മറന്നുപോകരുത്. ആമേൻ.